കർത്താവേ, എന്തൊരു ചൂട്. ഞാൻ ഫാൻ നിട്ടെ. ഫാനിട്ടാ കറണ്ട് ബില്ല് കൂടും. അതെ, ആവശ്യത്തിന് ഉപയോഗിക്കാമെന്നാണ് ഞാൻ പറഞ്ഞത്, അല്ലാതെ ആഡംബരം കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കണ്ട. ഇപ്പോൾ ചൂടുണ്ടല്ലോ. ആ സന്തോഷേ, എന്തായി കാര്യങ്ങൾ? കഴിഞ്ഞതിന് പൊതിച്ചോറ് കുറച്ച് ഷോർട്ട് വന്ന്. ഇന്ന് അതിപ്പോൾ കുറച്ച് പുതിയ വീടുകളും കൂടെ വന്നിട്ടുണ്ട്. അവിടെ നിന്ന് അത് പോയി കളക്ട് ചെയ്യണം. എന്നിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്നെ വിളിക്ക് കേട്ടോ. ശരി. എല്ലായിടത്തും എടുക്കണം. ഞാൻ ലിസ്റ്റ് തന്നിട്ടുള്ള ആ വീടുകളെല്ലാം പോയി കവർ ചെയ്യണം. അവർ പൊതി കെട്ടി വെച്ചിട്ടുണ്ട്. ശരി. എന്ത് പൊതിച്ചോറ്? മെഡിക്കൽ കോളേജിൽ നിന്ന് പൊതിച്ചോറ് നമ്മുടെ പ്രദേശത്തു നിന്നാണ്. PDT പാർട്ടി എല്ലാ മാസവും കൊടുക്കണ കാര്യം നിനക്കറിയാമോ? ഞാൻ ഒരു പ്രാവശ്യം വിതരണം ചെയ്യാൻ പോയല്ലേ. രാവിലത്തെ കാപ്പി പൊടി എന്തൊരു രുചിയാ ബീഫിന്. ഏതാണ്ട് ഒരു കാളം മുഴുവൻ തിന്നു. പ്ലേറ്റ് 4-5 ഒഴുകിയത്. ഈ പോരട്ടെ എന്ന് പറഞ്ഞിട്ട്. രാവിലത്തെ കാര്യം ഓക്കെ, ഇനി ഉച്ചയ്ക്ക് എന്ത് ചെയ്യും എന്നുള്ളതാണ്. ഉച്ചയ്ക്ക് എന്ത് നോക്കാം, അവിടെ പോയി കഴിക്കും. അവിടെ നല്ല മത്തി പൊരിച്ചത് ഊണുമുണ്ട്. അതുപോലെ 120 1.5 കിലോ ബിരിയാണി, 2 പുഴുങ്ങോട്ടെ 4 കാലും ഉണ്ടെന്ന് അവർക്ക്. പൈസയുടെ പ്രശ്നമൊന്നുമല്ലടാ. അതെ, ഈ പുറത്തുനിന്ന് ഒരുപാട് അങ്ങനെ കഴിച്ചാൽ എനിക്ക് ശരിയാവില്ല. ഒന്നാമത് ഞാൻ ഇപ്പോൾ ഡൽഹിയിലായിരുന്നപ്പോൾ തന്നെ കുറേ ദിവസം ഹോട്ടലിൽ നിന്നായിരുന്നു. അത് കഴിച്ച് കഴിഞ്ഞാൽ വയറിനൊരു സൂക്കറാണ്. ഇപ്പോൾ ഒരു നേരമൊക്കെ വല്ലപ്പോഴും കഴിക്കണേ കുഴപ്പമില്ല. ഒന്നാം തരം ആഹാരം ലില്ലിപ്പെണ്ണ് ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞാൽ മച്ചമ്പയിൽ ചാട ഇട്ടത് ആണോ? നിനക്ക് വേണമെങ്കിൽ നീ അവിടെ പോയി കഴിച്ചോ. നീ എന്നെ നിർബന്ധിക്കണ്ട, ഞാൻ അതിനില്ല. അതൊരു വർത്താനം മച്ചമ്പി. മച്ചമ്പി പുറത്ത് പോയി കഴിക്കുമ്പോൾ ഞാൻ മേലിൽ പോയി കഴിച്ച് ശരിയാണോ? നമുക്ക് രണ്ടോടെ ബഹ്റിൻ ഹോട്ടലിൽ പോയി ബിരിയാണി കഴിക്കാം. നിനക്ക് അത്യാവശ്യം പാചകമൊക്കെ അറിയില്ലേ? അത്യാവശ്യം എന്തറിയത്തില്ല എന്ന് പോയിര്. കൊടങ്ങാളം മാതാ ഹോട്ടലിലെ പ്രധാന കുക്കാരായിരുന്നു നീ. ആണോ? പിന്നെ അത് മതി. ഒരു കാര്യം ചെയ്യാം, സാധനങ്ങളെല്ലാം ഇരിപ്പുണ്ട്. നമുക്ക് എന്തെങ്കിലുമൊക്കെ വേവിച്ച് നമുക്ക് കഴിക്കാം. അല്ലാതെ നാളെ കൊണ്ട് ഈ പാചകത്തിന് പരിപാടിക്കൊന്നും പോകത്തുണ്ട്. ടച്ച് വിട്ടോന്നൊരു പരിപാടി. ചിലപ്പോൾ നമ്മൾ ഉണ്ടാക്കിയിട്ട് ഒത്തില്ലെങ്കിലോ? നീ ഒക്കുന്ന പോലെ ഒപ്പിച്ചാൽ മതി, ബാക്കി ഞാനിവിടെ ഒപ്പിച്ചോളാം. തൽക്കാലം നമുക്ക് ഇവിടെ ഉണ്ടാക്കി കഴിച്ചാൽ മതി. ഇനി എന്തെങ്കിലും പോരായ്മ വന്നാലും നമ്മളല്ലേ അറിയണുള്ളൂ, വേറെ ആരും അറിയണില്ലല്ലോ. എങ്കിൽ ബീഫോ മീനോ മേടിക്കട്ടെ. ഇവിടെ ഉള്ളത് എന്താണെന്ന് വെച്ചാൽ അത് വെച്ച് ഉണ്ടാക്കിയാൽ മതി. ഒരു ചമ്മന്തിയും ഒരു ഇച്ചിരി ഒഴിച്ചേറിയും മതി. പിന്നെ മീൻ ഉണ്ടെങ്കിൽ മീനില്ല, ഉണക്കമീൻ കാണും എന്തായാലും, അതും ഫ്രൈ ചെയ്ത് കഴിക്കാം. നടന്നതിൻ്റെ അല്ലടാ, മൂക്കുമുട്ട വെട്ടി വിഴുങ്ങില്ല, അതിൻ്റെ ക്ഷീണമാണ്. ഒരു പണിയും ചെയ്ത മേലനക്കാതെ ഇങ്ങനെ ഇരുന്നാൽ ക്ഷീണമല്ല, തളർച്ച ഉണ്ടാവും. പോയി അടുക്കളയിലോട്ട് പോകും. ഞാൻ ഡ്രസ്സ് മാറിയിട്ട് വരുന്നു. നോക്കണ്ട, ഉള്ളതൊക്കെ എടുത്ത് റെഡിയാക്കാൻ കൊണ്ട്. പാചകം അറിയാന്ന് പറഞ്ഞത് വിലയല്ല, മിണ്ടാതിരുന്നാൽ മതി.